എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് വിത്ത് മീ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോകാരിയോട്ടിക് സെൽ ആൻഡ് യൂക്കാരിയോട്ടിക് സെല്ലാണ്. ഈ വീഡിയോയിൽ പ്രോകാരിയോട്ടിക് സെല്ലിൻ്റെയും യൂക്കാരിയോട്ടിക് സെല്ലിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ്, അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്നിവയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വിത്തൗട്ട് മച്ച് ഡിലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഡയഗ്രം നോക്കൂ. ഇതിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോകാരിയോട്ടിക് സെൽസിൻ്റെയും യൂക്കാരിയോട്ടിക് സെൽസിൻ്റെയും ഇമേജസ് ആണ്. സോ ഇതിൽ നമുക്ക് കണ്ടാലേ മനസ്സിലാവും ഈ പ്രോകാരിയോട്ടിക് സെൽ ഇതൊരു ബാക്ടീരിയയുടെ ഇമേജാണ്. ഇവിടുത്തെ സെല്ലുലർ ഓർഗനലൈസ് നമുക്ക് നോക്കുമ്പോൾ അറിയാം. ക്യാപ്സ്യൂൾ, സെൽ വോൾ, പ്ലാസ്മ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, റൈബോസോം, പ്ലാസ്മിഡ്, ബാക്ടീരിയൽ ന്യൂക്ലിയോസോം എന്നിവ നമുക്കിവിടെ കാണാം. എന്നാൽ നമ്മുടെ ഈ യൂക്കാരിയോട്ടിക് സെല്ല് നോക്കൂ. ഇത് കാണുമ്പോൾ എന്ത് മനസ്സിലാകും? നമ്മൾ പ്ലാന്റ് സെല്ലിൻ്റെയും ആനിമൽ സെല്ലിൻ്റെയും ഒക്കെ ഡയഗ്രാം പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൽ കാണുന്ന വ്യത്യസ്തമായിട്ട് നമുക്ക് കുറേ കൂടി ഓർഗനലൈസ് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ഓർഗനലൈസ് ഉണ്ട്. മൈറ്റോകോൺട്രിയ, മൈക്രോട്യൂബ്യൂൾ, ലൈസോസോം, പെരോക്സിസോം, ഗോൾജി അപ്പാരറ്റസ്, ന്യൂക്ലിയോലസ്, ന്യൂക്ലിയസ് തുടങ്ങിയവ. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായി എന്താണ് പ്രോകാരിയോട്ടിക് സെൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. പ്രോകാരിയോട്ടിക് സെൽസിൽ നമ്മൾ ആ ഇമേജസ് കണ്ട ഓർമ്മയിൽ നമുക്ക് നോക്കാം. ഇറ്റ് ലാക്സ് ന്യൂക്ലിയസ് ആൻഡ് മോസ്റ്റ് ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ് ഓർ യൂക്കാരിയോട്ടിക് സെൽസ്. അതായത് പ്രോകാരിയോട്ടിക് സെൽസിനെ യൂക്കാരിയോട്ടിക് സെൽസിൽ നിന്നും ഏറ്റവും ഡിഫറെൻ്റായിട്ട് കാണിക്കുന്നത് ലാക്ക് ഓഫ് ന്യൂക്ലിയസ് ആണ്. യൂക്കാരിയോട്ടിക് സെൽസിനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ന്യൂക്ലിയസ് ഉണ്ട്. മറ്റ് കുറേ ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ് നമ്മൾ കണ്ടു, മൈറ്റോകോൺട്രിയ, സൈറ്റോപ്ലാസം തുടങ്ങിയവ. എന്നാൽ ഇതെല്ലാം തന്നെ പ്രോകാരിയോട്ടിക് സെൽസിൽ ആബ്സെൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് കാണാം പ്രോകാരിയോട്ടിക് സെൽസിൽ മറ്റ് യൂക്കാരിയോട്ടിക് സെൽസിൽ കാണുന്ന പോലത്തെ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനലൈസ് ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. എക്സെപ്ഷൻ പറയുന്നുണ്ട് റൈബോസോം ഉണ്ട്. ബാക്കി സെല്ലുലർ ഓർഗനലൈസ് ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെ ഇവിടുത്തെ DNA ഷേപ്പ് നോക്കുകയാണെങ്കിലും DNA അകത്താണെങ്കിലും അതൊരു സർക്കുലർ ക്രോമോസോമാണ് അതിനകത്ത് ഉള്ളത്. സൈറ്റോപ്ലാസം പ്രസൻ്റ് ആണ്. ഇനി ഇവരുടെ സെൽ വോൾ മേഡ് ചെയ്തിരിക്കുന്ന കമ്പോണൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പെപ്റ്റിഡോഗ്ലൈക്കൺ. അപ്പോൾ പെപ്റ്റിഡോഗ്ലൈക്കൺ കൊണ്ടാണ് ബാക്ടീരിയയുടെ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇത് ഓർത്ത് വെക്കേണ്ടത് വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ പ്ലാന്റ്സിൻ്റെ ഒക്കെ ആണെങ്കിൽ പ്ലാന്റ്സിൻ്റെ സെൽ വാൾ മേഡപ്പോൾ സെല്ലുലോസ് എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. ഏത് മെറ്റീരിയൽ, ഏത് കമ്പോണൻറ്റ് കൊണ്ടാണ് അതിൻ്റെ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ പഠിക്കേണ്ടത് വളരെ നല്ലതാണ്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ബാക്ടീരിയയുടെ സെൽ വാൾ മേഡപ്പ് ചെയ്തിരിക്കുന്ന എന്ത് കമ്പോണൻറ്റ് കൊണ്ടാണ് എന്ന് ചോദിച്ച് നമുക്ക് പറയാം പെപ്റ്റിഡോഗ്ലൈക്കൺ ആണ്. അതുപോലെ സെൽ മെംബ്രെയിൻ ഇൻസൈഡ് വാൾ, അതുപോലെ തന്നെ ഇവരുടെ മൂവ്മെൻറ്റിന് സഹായിക്കുന്ന ഒന്നാണ് ഫ്ലജല്ല. ഫ്ലജല്ല എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ബാക്ടീരിയയുടെ ഇല കാണുമ്പോൾ ഇങ്ങനെ കുറച്ചിങ്ങനെ സ്ട്രക്ചേഴ്സ്. അപ്പോൾ അതെന്ന് പറയുന്നത് അവരുടെ ഒരു ടെയിൽ ലൈക്ക് ആയിട്ടുള്ള, നമുക്കത് കണ്ട ടെയിൽ ലൈക്ക് പോലെ കുറേ സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ ഈ ഫ്ലജല്ലയുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ബാക്ടീരിയയുടെയൊക്കെ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. അതുപോലെ തന്നെ ഇവർ മറ്റ് യൂക്കാരിയോട്ടിക് സെൽസുമായിട്ട് നോക്കുമ്പോൾ പ്രോകാരിയോട്ടിക് സെൽസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് വളരെ ചെറുതായിരിക്കും, സ്മോൾ ആയിരിക്കും. അതുപോലെ തന്നെ ലെസ് കോംപ്ലക്സ് ആണ്. കാരണം യൂക്കാരിയോട്സിനെ പോലെ വലിയ വലുപ്പമോ അല്ലെങ്കിൽ അതുപോലെ അത്രയും കോംപ്ലക്സ് ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ ലെസ് കോംപ്ലക്സ് ആണെന്ന് പറയാൻ കാരണം. അപ്പോൾ ഇതിലെ മെയിൻ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചിരുന്നു, ഓൾറെഡി ഇമേജ് കണ്ടിരുന്നു, ബാക്ടീരിയ ആൻഡ് ബ്ലൂ ഗ്രീൻ ബാക്ടീരിയ. അപ്പോൾ ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ബാക്ടീരിയ ഒക്കെ വരുന്നത് പ്രോകാരിയോട്ടിക് സെൽസിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഇതിൻ്റെ ഡിഫറൻസ് നോക്കാം. പ്രോകാരിയോട്ടിക് സെൽസിന് ന്യൂക്ലിയസോ മറ്റ് ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സോ ഒന്നും തന്നെ ഇല്ല യൂക്കാരിയോട്ടിക് സെൽസിനെ പോലെ. അതുപോലെ ഇവർക്ക് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലൈസ് കാണാൻ സാധിക്കില്ല എക്സെപ്റ്റ് റൈബോസോം. DNA നോക്കുകയാണെങ്കിൽ അതിനകത്തൊരു സർക്കുലർ ക്രോമോസോമാണുള്ളത്. സൈറ്റോപ്ലാസം പ്രസൻ്റ് ആണ്. സെൽ വാൾ പെപ്റ്റിഡോഗ്ലൈക്കൺ എന്ന കമ്പോണൻറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സെൽ മെംബ്രെയിൻ ഇൻസൈഡ് വാൾ, അതുപോലെ തന്നെ ഇതിന് ഫ്ലജല്ല ഉണ്ട് ഫോർ മൂവ്മെൻറ്റ്. അതുപോലെ യൂക്കാരിയോട്സിനേക്കാളും പ്രോകാരിയോട്ടിക് സെൽസ് വളരെ സ്മോളറും ലെസ് കോംപ്ലക്സുമാണ്. എക്സാമ്പിൾസ് ആണ് ബാക്ടീരിയ ആൻഡ് ബ്ലൂ ഗ്രീൻ ബാക്ടീരിയ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത യൂക്കാരിയോട്ടിക് സെൽസിനെ പറ്റി നോക്കാം. ഇപ്പോൾ യൂക്കാരിയോട്ടിക് സെൽസിൽ മെയിനായിട്ട് പറഞ്ഞു അവർക്ക് ന്യൂക്ലിയസ് ഉണ്ട്. അതാണ് അവരുടെ മെയിൻ ആയിട്ട്. ഇത് കണ്ടോ, ന്യൂക്ലിയസ് അവർക്കുണ്ട്. അതാണ് അവരുടെ മെയിൻ ഡിഫറൻസ് പ്രോകാരിയോട്ടും യൂക്കാരിയോട്സും തമ്മിലുള്ളത്.
അതുപോലെ തന്നെ ഇവർക്ക് എന്താണ് മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനലൈസ് ഉണ്ട്. ഈ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലൈസ് എന്ന് പറയുന്നതാണ് മൈറ്റോകോൺട്രിയ, വാക്യൂൾ, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, റൈബോസോം, ലൈസോസോം, അതുപോലെ പ്ലാന്റ്സിൽ പ്ലാസ്റ്റിഡ്. ഇതൊക്കെയാണ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലൈസ്. നമ്മൾ പറഞ്ഞിരുന്നു പ്രോകാരിയോട്ടിക് സെൽസിൽ ന്യൂക്ലിയസും ഇല്ല, അതുപോലെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലൈസും ഇല്ല. എങ്കിലൊരു എക്സെപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൈബോസോം ഉണ്ട്. പക്ഷേ മറ്റ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലൈസ് ആയിട്ടുള്ള മൈറ്റോകോൺട്രിയ, വാക്യൂൾ, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ലൈസോസോം, അതുപോലെ പ്ലാന്റ്സിൽ കാണുന്ന പോലത്തെ പ്ലാസ്റ്റിഡ് തുടങ്ങിയ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലൈസ് ഒന്നും തന്നെ പ്രോകാരിയോട്ടിക് സെൽസിൽ ഇല്ല. ഇനി ഇവരുടെ DNA ഇത് പറയുകയാണെങ്കിൽ അതിനകത്ത് ലീനിയർ ആയിട്ടുള്ള ക്രോമോസോമാണ് ഉള്ളത്. പ്രോകാരിയോട്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അവരുടെ DNA അകത്ത് എന്താ ഒരു സർക്കുലർ ക്രോമോസോമാണ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. പക്ഷേ ഇവരുടെ ഉള്ളത് ലീനിയർ ക്രോമോസോമാണ്. സൈറ്റോപ്ലാസം പ്രസൻ്റ് ആണ്. അതുപോലെ ഔട്ടർ ബൗണ്ടറി എന്ന് പറയുന്നതാണ് സെൽ മെംബ്രെയിൻ. എക്സെപ്റ്റ് പറഞ്ഞിട്ടുണ്ട് പ്ലാന്റ് സെല്ലിൻ്റെ പ്ലാന്റ് സെൽ വോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കേസ് നമ്മൾ അപ്പുറം പറഞ്ഞിരുന്നല്ലേ. ബാക്ടീരിയയുടെ സെൽ വോൾ ആ കമ്പോണൻസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ബാക്ടീരിയൽ സെൽ കമ്പോണൻസ് എന്തുകൊണ്ടാണ്? പെപ്റ്റിഡോ ഗ്ലൈക്കൺ കൊണ്ടാണ്. പ്ലാന്റ് സെൽ വോളാണ് സെല്ലുലോസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തതാണ് സെൽ മെംബ്രെയിൻ ഇൻസൈഡ് വോളാണ്. അതുപോലെ ചില ഓർഗാനിസംസിന് ഫ്ലജല്ല അല്ലെങ്കിൽ സീലയുണ്ട് അവരുടെ മൂവ്മെൻറ്റിന് വേണ്ടി. പിന്നീട് പറയുകയാണെങ്കിൽ യൂക്കാരിയോട്ടിക് സെൽസ് മറ്റ് പ്രോകാരിയോട്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും വളരെ കുറച്ചുകൂടി എന്താണ് ലാർജ് വലിപ്പമുണ്ട്, അതുപോലെ മോർ കോംപ്ലെക്സ് ആണ്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ് പ്രോട്ടോസോവൻസ്, ആൽഗെ, ഫഞ്ചൈ, പ്ലാന്റ്സ്, ആനിമൽസ് തുടങ്ങിയവയെല്ലാം യൂക്കാരിയോട്ടിക് സെൽസിന് എക്സാമ്പിളാണ്. പ്രോകാരിയോട്ടിക് സെൽസിൽ നമ്മൾ പഠിച്ചിരുന്നു ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ബാക്ടീരിയ ഒക്കെയാണ് അതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. യൂക്കാരിയോട്ടിക് സെൽസിന് ന്യൂക്ലിയസ് ഉണ്ട്, അതുപോലെ അവർക്ക് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലൈസ് ആയിട്ടുള്ള മൈറ്റോകോൺട്രിയ, വാക്യൂൾ, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ലൈസോസോം, പ്ലാസ്റ്റിഡ്സ്, റൈബോസോം തുടങ്ങിയവയുണ്ട്. DNA അകത്ത് ലീനിയർ ക്രോമോസോമാണ് ഉള്ളത്. സൈറ്റോപ്ലാസം പ്രസൻ്റ് ആണ്. ഔട്ടർ ബൗണ്ടറി എന്ന് പറയുന്നത് സെൽ മെംബ്രെയിൻ ആണ്. എക്സെപ്ഷൻ ഉണ്ട് പ്ലാന്റ് സെൽസിൽ, അവരുടെ അത് മേഡപ്പ് ഓഫ് സെല്ലുലോസ് ആണ്. സെൽ മെംബ്രെയിൻ ഇൻസൈഡ് വോളാണ്. ചില ഓർഗാനിസംസിന് ഫ്ലജല്ല അല്ലെങ്കിൽ സീലിയ ഉണ്ട് അവർക്ക് ഫോർ മൂവ്മെൻറ്റ്. യൂക്കാരിയോട്ടിക് സെൽസ് എന്ന് പറയുന്നത് ഇറ്റ് മോർ ലാർജർ ആൻഡ് മോർ കോംപ്ലെക്സ് ആണ്. യൂക്കാരിയോട്ടിക് സെൽസിന് എക്സാമ്പിൾസ് ആണ് പ്രോട്ടോസോവൻസ്, ആൽഗെ, ഫഞ്ചൈ, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഇനി നമുക്ക് ഈ പ്രോകാരിയോട്ടിക് സെൽസിൻ്റെയും യൂക്കാരിയോട്ടിക് സെൽസിൻ്റെയും മേജർ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് ഒരു ടേബിൾ വെച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത് മെയിനായിട്ടുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോകാരിയോട്ടിക് ആൻഡ് യൂക്കാരിയോട്ടിക് സെൽസാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്കൊരു 8 ഡിഫറൻസ് കാണാൻ പറ്റും. നമുക്കിത് വെച്ചൊന്ന് പഠിച്ചു നോക്കാം. അപ്പോൾ പ്രോകാരിയോട്ടിക് സെൽ ഫസ്റ്റ് പറയുന്നത് എന്താണ്? ദേ ആർ വെരി മൈന്യൂട്ട് ഇൻ സൈസ്. എന്നാൽ യൂക്കാരിയോട്ടിക്സ് എന്താണ്? ദേ ആർ ലാർജർ ഇൻ സൈസ്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഡിഫറൻസ് ഒരു ഭാഗത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചിരുന്നാൽ നമുക്ക് ജസ്റ്റ് മറ്റേതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ഓൾറെഡി നമ്മളിപ്പോൾ പ്രോകാരിയോട്ടിക് സെൽസിൻ്റെയും യൂക്കാരിയോട്ടിക് സെൽസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടു. അപ്പോൾ ആ ഒരു ഓർമ്മ വെച്ച് തന്നെ നമുക്ക് ഈ ഡിഫറൻസ് പഠിക്കാവുന്നതാണ്. ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ പ്രോകാരിയോട്ടിക് സെൽസ് എന്താണ് വളരെ മൈന്യൂട്ട് ആണ് സൈസിൽ. യൂക്കാരിയോട്ടിക് സെൽസ് എന്തായിരിക്കും? ലാർജർ ആണ്. അതുപോലെ പ്രോകാരിയോട്ടിക് സെൽസിൽ സെക്കൻഡ് ഡിഫറൻസ് നോക്കാം. ന്യൂക്ലിയർ റീജിയൻ, ന്യൂക്ലിയോയിഡ് ഈസ് നോട്ട് എൻവലപ്ഡ് ബൈ ന്യൂക്ലിയർ മെംബ്രെയിൻ. ന്യൂക്ലിയർ മെംബ്രെയിൻ വെച്ച് അവരുടെ ന്യൂക്ലിയർ റീജിയൻ ഒന്നും തന്നെ എൻവലപ്പ് ചെയ്തിട്ടില്ല. എന്നാൽ യൂക്കാരിയോട്ടിക്കിൽ നോക്കട്ടെ, അവിടെ ന്യൂക്ലിയസ് ഓൾറെഡി ഉണ്ട്, പ്രസൻ്റ് ആണ്. അതുപോലെ തന്നെ അതൊരു ഡബിൾ മെംബ്രെയിൻ വെച്ച് സറൗണ്ടഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഡിഫറൻസ് നോക്കാം. പ്രോകാരിയോട്ടിക് സെൽസിൽ സിംഗിൾ ക്രോമോസോമാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അവിടെ യൂക്കാരിയോട്ടിക് സെൽസിൽ എന്താണ്? മോർ ദാൻ 1 ക്രോമോസോം ആർ പ്രസൻറ്റ്. ഓക്കെ, പിന്നെ നമ്മൾ അതിൻ്റെ ഒരു ഷേപ്പും നമ്മൾ പറഞ്ഞിരുന്നല്ലേ. DNA അകത്ത് പ്രോകാരിയോട്ടിക് സെൽസിൻ്റെ അകത്താണെങ്കിൽ സിംഗിൾ സർക്കുലർ ക്രോമോസോമാണ്. യൂക്കാരിയോട്സിൽ എന്തായിരുന്നു? ലീനിയർ ക്രോമോസോമാണ്. അതുകൊണ്ട് തന്നെ ആഡ് ചെയ്യുക. അതുപോലെ പ്രോകാരിയോട്ടിക് സെൽസിൽ ന്യൂക്ലിയോലസ് ആബ്സെൻ്റ് ആണ്. യൂക്കാരിയോട്ടിക് സെൽസിൽ ന്യൂക്ലിയോലസ് പ്രസൻ്റ് ആണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് പറയാം പ്രോകാരിയോട്ടിക് സെൽസിൽ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലൈസ് എല്ലാം ആബ്സെൻ്റ് ആണ്. മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലൈസ് എല്ലാം യൂക്കാരിയോട്ടിക് സെൽസിൽ പ്രസൻ്റ് ആണ്.
ഇനി ഈ ബാക്ടീരിയയുടെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൂടുതലും അവരുടെ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നടക്കുന്നത് എങ്ങനെയാണ്, ബഡ്ഡിങ്, ഫിഷനൊക്കെ വഴിയാണ് അവിടെ മൾട്ടിപ്ലിക്കേഷൻ, റിപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് അവിടെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്. എന്നാൽ നമ്മൾ യൂക്കാരോട്ടിക് സെൽസിലൊക്കെ പഠിക്കുമ്പോൾ അവിടെ സെൽ ഡിവിഷൻ വഴി, അതായത് മൈറ്റോസിസ്, മിയോസിസ് ഒക്കെ വഴിയാണ് അവിടെ യൂക്കാരോട്ടിക് സെൽസിൽ സെൽ ഡിവിഷൻ നടക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഏഴാമത് പറയുമ്പോൾ അവരുടെ സെൽ ടൈപ്പ് എന്ന് പറയുന്നത് പ്രോകാരിയോട്സിൻ്റെ യൂഷ്വലി യൂണിസെല്ലുലാറാണ്. അപ്പോൾ യൂക്കാരിയോട്സ് എന്തായിരിക്കും ഓപ്പോസിറ്റ്, യൂഷ്വലി മൾട്ടി സെല്ലുലാർ സെൽസ് ആയിരിക്കും. ഇനി പ്രോകാരിയോട്ടിക് സെൽസിൻ്റെ സെൽ സൈസ് എന്ന് പറയുന്നത് 1 to 10 μm ആണ് ഉള്ളത്. ഇനി യൂക്കാരിയോട്ടിക് സെൽസിൻ്റെ ആയിക്കോട്ടെ 10 to 100 മൈക്രോമീറ്റർ വരെ അവരുടെ സൈസ് വരുന്നു. ഇനി എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു. പ്രോകാരിയോട്ടിക് സെൽസിൻ്റെ എക്സാമ്പിളാണ് ബാക്ടീരിയയും ആർക്കിയയും. അതുപോലെ തന്നെ യൂക്കാരിയോട്സിൽ നമ്മൾ പഠിച്ചു അനിമൽ സെൽ, പ്ലാന്റ് സെൽ, ആൽഗെ, പ്രോട്ടോസോവൻസ് തുടങ്ങിയവ യൂക്കാരിയോട്ടിക് സെൽസിലും വരുന്നു. അപ്പം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഈ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് മെയിൻ ഡിഫറൻസും എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ടേബിളും ഈ ഇമേജും ഒക്കെ വച്ച് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് റെഫർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് തറവായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസൊക്കെ നന്നായിട്ട് കണ്ട് നോട്ടൊക്കെ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഫർദറായിട്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് റിവൈസ് ചെയ്യുമ്പോഴൊക്കെ ഏതൊരു എക്സാമിനാണെങ്കിലും ഇതുപോലത്തെ ബയോളജി, ഇതുപോലത്തെ ലൈഫ് സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമിനൊക്കെ വളരെ യൂസ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കൊക്കെ ആയി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.